ഹായ്, നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെക്കൻഡ് സെമസ്റ്റർ സ്റ്റുഡൻസും അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്റർ സ്റ്റുഡൻസും ഒരുപോലെ പഠിക്കുന്ന ഫൊറിയർ ട്രാൻസ്ഫോംസ് എന്ന് പറയുന്ന മൊഡ്യൂളിലെ ഫസ്റ്റ് ഫൊറിയർ ഇന്റഗ്രൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ, അതുപോലെ തന്നെ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ, ഫൊറിയർ സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. BTech മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്ന മൊഡ്യൂളില് ഫൊറിയർ ഇന്റഗ്രൽസ് എന്താണെന്ന് നോക്കാം. ആദ്യമേ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി a of omega into cos omega x plus b of omega into sin omega x d omega. ഇങ്ങനെയാണ് നമ്മൾ ഈ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എഴുതുന്നത്. ദെൻ ഇവിടെ എയും ബിയും എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കണം. വേർ a of omega is equal to 1 by pi integral minus infinity to infinity f of v into cos omega v dv, and b of omega is equal to 1 by pi integral minus infinity to infinity f of v into sin omega v dv. അപ്പോൾ ഈ ഒരു റെപ്രസെന്റേഷനെയാണ് നമ്മൾ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടേൺ ഇൻ ദിസ് ഇന്റഗ്രൽ ഫോം: a of integral 0 to infinity a of omega cos omega x plus p of omega sin omega x d omega, where a of omega is equal to 1 by pi minus integral minus infinity to infinity f of v into cos omega v dv, and b of omega equal to 1 by pi minus infinity to infinity f of v into sin omega v dv. ഈ ഫോർമാറ്റിലാണ് നമ്മൾ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എഴുതുന്നത്. ഇനി ഇതിന്റെ കൂടെ തന്നെ വേറെ രണ്ട് ഇന്റഗ്രൽ റെപ്രസെന്റേഷനും കൂടി ഉണ്ട്. ദാറ്റ് ഈസ് ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആൻഡ് ഫൊറിയർ സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് എ ഫംഗ്ഷൻ. അതും കൂടെ നമുക്ക് അടുത്തതിൽ നോക്കാം. അപ്പൊ ഇതാണ് ഫൊറിയർ കൊസൈൻ ആൻഡ് സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി a of omega cos omega x d omega, where a of omega is 2 by pi integral 0 to infinity f of v into cos omega v dv. ഇവിടെ b of omega എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ ഈവൻ ഫംഗ്ഷൻ ആയിട്ടാണ് നമുക്ക് കിട്ടുക. f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആവുമ്പോ b of omega എന്താവും? 0 ആവും. ഈവൻ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ 0 ആവും. b of omega 0 ആവും. a of omega മാത്രം വാല്യൂ കിട്ടും. നമുക്ക് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റിനെ നമ്മൾ 2 ടൈംസ് എന്ന് എഴുതിയതാണ് ഈ കാണുന്നത്. ഇത് ഈവൻ ആണെങ്കിൽ ഇത് ടോട്ടൽ ഈവൻ ആവില്ലേ? അപ്പൊ ഇത് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി 2 ടൈംസ് എഴുതിയപ്പോഴാണ് നമുക്ക് a of omegയുടെ ഫോർമുല ഇങ്ങനെ കിട്ടിയത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. കോസ് ഒമേഗ ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷനിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആയിരിക്കും. ആൻഡ് മേ ബി ഈ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ മാത്രമേ നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നുള്ളൂ. ഇനി ഈവൻ ആണോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ മാത്രമേ കണ്ടുപിടിക്കാൻ പറയുന്നുള്ളൂ എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് അത് മാത്രമല്ല, ഫൊറിയർ സൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ നോക്കിക്കോളൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി b of omega sin omega x d omega, where b of omega is 2 by pi integral 0 to infinity f of v into sin omega v dv. ഇവിടെ f of x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഓഡ് ഫംഗ്ഷൻ ആയിരിക്കും. ആൻഡ് a of omega എന്ന് പറയുന്നത് ഇവിടെ 0 ആയിരിക്കും. അതും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഫൊറിയർ സീരീസ് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ആ ഫൊറിയർ സീരീസ് എഴുതുന്ന പോലെ തന്നെയാണ് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ആണ്. സിഗ്മയ്ക്ക് വേറെ ഇന്റഗ്രൽ ആണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. അപ്പൊ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഫൊറിയർ ഇന്റഗ്രൽ ഓഫ് എ ഫംഗ്ഷൻ സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിൽ കൂടുതലായിട്ടും ഷോ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഫൊറിയർ ഇന്റഗ്രലിൽ. അപ്പൊ എന്തായാലും നമുക്ക് ചെയ്തു നോക്കാം, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. യൂസിംഗ് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഷോ ദാറ്റ് integral 0 to infinity cos omega x plus omega sin omega x divided by 1 plus omega square d omega is equal to 0 if x less than 0, pi by 2 if x equal to 0, and pi
if pi e raised to x if x greater than 0. ഇങ്ങനെ 3 വാല്യൂസ് ഉള്ള ഒരു ഫംഗ്ഷൻ ആണ് ഈ ഇന്റഗ്രൽ എന്ന് നമ്മൾ എഴുതണം അല്ലെങ്കിൽ പ്രൂവ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത് യൂസിങ് ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഓഫ് ദ ഫംഗ്ഷൻ, ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ. അപ്പൊ ഇതിനെയാണ് നമ്മൾ ഇന്റഗ്രൽ ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇതിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പൊ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എഫ് ഓഫ് എക്സ് നമ്മൾ ഇങ്ങനെ എടുക്കാം. let us take f of x is equal to 0 if x less than 0 and pi e raised to minus x if x greater than 0. നമ്മൾ x equal to 0 നമ്മളിപ്പോ തൽക്കാലത്തേക്ക് എടുക്കുന്നില്ല, കാരണം ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് x equal to 0 ന്റെ ആവശ്യമില്ലല്ലോ, ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ നമ്മൾ എടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ നമ്മൾ ഫംഗ്ഷൻ എടുത്തു. ഇനി ഇത് ഈവനോ ഓഡോ ഫംഗ്ഷൻസ് അല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഡയറക്റ്റ് ആയിട്ട് ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എഴുതും. ഫോറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ, Fourier integral f of x equal to integral 0 to infinity a of omega cos omega x plus b of omega sin omega x d omega, where a of omega is 1 by pi integral minus infinity to infinity f of v cos omega v dv, and d of omega is 1 by pi integral minus infinity to infinity f of v into sin omega v dv. അപ്പൊ നമ്മൾ ഇന്റഗ്രൽ ഫോർമുല നമ്മൾ ഇങ്ങനെ എഴുതും. ഇനി ഈ ഇന്റഗ്രൽ നമ്മൾ എ ഓഫ് ഒമേഗയും ബി ഓഫ് ഒമേഗയും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമുക്ക് കണ്ടുപിടിച്ചു തുടങ്ങാം. എ ഓഫ് ഒമേഗയുടെ വാല്യൂ നമ്മൾ എഴുതുമ്പോൾ 1 by pi into ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. ഇവിടെ ഓൾറെഡി സ്പ്ലിറ്റിംഗ് ഉണ്ട്, എക്സ് ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ രണ്ടായിട്ട് എഴുതും. ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു 0 f of v, എന്താണ് മൈനസ് ഇൻഫിനിറ്റി ടു 0 f of v x ലെസ് ദാൻ 0 f of v is 0 into cos omega v dv പ്ലസ് ഇന്റഗ്രൽ 0 to infinity ആകുമ്പോൾ x greater than 0, എന്താണ് വാല്യൂ, pi e raised to minus x into cos omega, or ഇവിടെ x ന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യണം, v യൂസ് ചെയ്യണം കേട്ടോ. f of v അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ cos omega v dv. ഓക്കെ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് പൈ ഔട്ട് സൈഡ് എടുക്കാം. താഴെയുള്ള പൈ മുകളിലുള്ള പൈ ക്യാൻസൽ ചെയ്ത് കളയാം. ഈ രണ്ട് പൈസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. യു വിൽ ഗെറ്റ് ഇന്റഗ്രൽ 0 to infinity e raised to minus v into cos omega v dv. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഫോർമുല, e raised to ax into cos bx ന്റെ ഇന്റഗ്രൽ എന്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? e raised to ax by a square plus b square into a cos bx plus b sin bx. ഇതായിരുന്നു ഇന്റഗ്രൽ ഇക്വേഷൻ അല്ലെ? ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഹിയർ a is -1 and b is omega. Okay, therefore we'll write like this. This is equal to e raised to minus v by -1 square plus omega square into a minus cos omega x, omega v here, omega v plus b is omega sin omega v 0 to infinity. Okay, then ലിമിറ്റുകൾ നമ്മൾ കൊടുക്കണം. അപ്പർ ലിമിറ്റും കൊടുക്കണം, ലോവർ ലിമിറ്റും കൊടുക്കണം. അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ e raised to minus infinity 0 ആയി പോകുന്നുണ്ട്. അപ്പർ ലിമിറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്തായി പോകും, 0 ആയി പോകും. ആൻഡ് ലോവർ ലിമിറ്റ് മാത്രം വാല്യൂ ഉണ്ടാവും. ലോവർ ലിമിറ്റിൽ 0 ആണ് നിങ്ങൾ വിക്ക് പകരം കൊടുക്കേണ്ടത്. അപ്പൊ e raised to 0 മൈനസ് ഫ്രണ്ടിൽ ഉണ്ടാവും കേട്ടോ, ലോവർ ലിമിറ്റ് ആയതുകൊണ്ട്. അപ്പർ ലിമിറ്റ് 0 ആയിട്ടുണ്ട്. മൈനസ് e raised to 0 ഡിവൈഡഡ് ബൈ 1 plus omega square into ഇവിടെയൊക്കെ 0 ആണ് കൊടുക്കുന്നത് നമ്മള്, മൈനസ് കോസ് 0 പ്ലസ് ഒമേഗ ഇൻറ്റു സൈൻ 0. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് e raised to 0 പറഞ്ഞ 1 ആണ്, 1 by 1 plus omega square into minus cos 0 is 1, again minus 1, sin 0 പിന്നെ 0 ആണ്. Now it is equal to 1 by 1 plus omega square. Okay, so 1 by 1 plus omega square ആണ് എന്ത്, a of omega. ക്ലിയർ? ഇനി ഇതേപോലെ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, b of omega കണ്ടുപിടിക്കുക.
b of omega കണ്ടുപിടിക്കാൻ 1 by pi integral minus infinity to infinity f of v into sin omega v dv എഴുതിയിട്ടുണ്ട്. നമ്മുടെ f of v എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 in minus infinity to 0 ആയതുകൊണ്ട് പിന്നെ നമ്മൾ അത് എഴുതാൻ പോകുന്നില്ല. 1 by pi into integral 0 to infinity pi e raised to minus v sin omega v dv ആണ് നമ്മൾ എഴുതുന്നത്. pi നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇന്റഗ്രൽ 0 to infinity e raised to minus v into sin omega v dv. Okay, then നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്. e raised to ax into sin dx. ഇതിന്റെ ഫോർമുല എന്തായിരുന്നു? e raised to ax by a square plus b square into a sin dx minus b cos bx. ഇതായിരുന്നു ഇതിന്റെ ഫോർമുല. ഈ ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. Now here a is minus 1 and b is omega. E raised to minus v by minus 1 square plus omega square into a. A is minus sin omega v minus omega cos omega v. Integral 0 to infinity. ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അപ്പർ ലിമിറ്റ് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇത് 0 ആയി പോകും. ലോവർ ലിമിറ്റ് മാത്രം കൊടുത്താൽ മതിയാവും. e raised to 0 by 1 plus omega square into minus sin 0 minus omega cos 0. Now it is equal to minus 1 by 1 plus omega square into ഇത് 0 ആയി പോയി minus omega. Now it is equal to omega by 1 plus omega square. This is b of omega. നമ്മൾ f of x നെ എങ്ങനെ എഴുതും? ഇന്റഗ്രൽ 0 to infinity a of omega cos omega x plus b of omega sin omega x d omega. Now equal to a of omega b of omega യുടെ വാല്യൂ കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. We'll get integral 0 to infinity a of omega പറയുമ്പോൾ 1 by 1 plus omega square into cos omega x plus b of omega പറയുമ്പോൾ omega by 1 plus omega square into sin omega x d omega. Okay, ഇതാണ് integral representation. Now we will write this as integral 0 to infinity cos omega x plus omega sin omega x divided by 1 plus omega square d omega. ഇങ്ങനെ നമ്മൾ എഴുതും. ഓക്കെ, ഇനി ഇതിൽ എന്താണ് ഒരു വ്യത്യാസമുള്ളത്? ഇതിപ്പോ നമ്മൾ ഇന്റഗ്രൽ ഇക്വേഷൻ ആയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. Now this is equal to f of x. Now what is this? Integral 0 to infinity cos omega x plus omega sin omega x divided by 1 plus omega square d omega is f of x. അല്ലെ? f of x എന്ന് പറയുമ്പോൾ പക്ഷെ എന്താണ്? It is 0 if x greater than or less than less than 0 and pi e raised to minus x if x greater than 0. At x equal to 0 എന്താണെന്നുള്ളത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ at x equal to 0 നമ്മൾ എന്ത് ചെയ്യണം? ഈ f of x ന്റെ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റിന്റെയും കൂടെ ആവറേജ് എടുത്തിട്ട് വേണം നമ്മളിവിടെ എഴുതാൻ. That is at x equal to 0 f of x equal to average of left plus right limits of f of x. Left limit right limit. Left limit 0, right limit x 0 കൊടുത്തു കഴിഞ്ഞാൽ it is pi. അല്ലെ? That is this is equal to 0 plus pi by 2. Now it is equal to pi by 2. This is the value of f of x at x equal to 0. So we will incorporate that value of f of x here. Therefore we will have to write this function f of x as f of x integral 0 to infinity cos omega x plus omega sin omega x divided by 1 plus omega square d omega is equal to 0 if x less than 0 and pi e raised to minus x if x greater than 0 and at x equal to 0 the value of f of x is pi by 2. Okay, so this we have to prove. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ ചെയ്തത്. Fourier integral representation. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ find the Fourier sine and cosine integral representation of the function f of x equal to e raised to minus kx x greater than 0 and k greater than 0. Okay, ഇവിടെ Fourier
കൊസൈൻ സീരീസ് എഴുതണം, സൈൻ സീരീസ് എഴുതണം. അപ്പൊ നമ്മള് ഇവിടെ ഫോർമുല ആദ്യം എഴുതി വെക്കുക. ഫോറിയർ കൊസൈൻ സീരീസ്, സോറി കൊസൈൻ സീരീസ് അല്ല, ഇന്റഗ്രൽ. ഫോറിയർ കൊസൈൻ ഇന്റഗ്രൽ f of x equal to integral 0 to infinity a of omega cos omega x d omega, where a of omega is equal to 2 by pi integral 0 to infinity f of v into cos omega v dv. Okay, therefore we'll write a of omega ആദ്യം നമ്മൾ കണ്ടുപിടിക്കുക. 2 by pi integral 0 to infinity. What is f of v? x is greater than 0 എന്ന് പറയുന്നത്. അപ്പൊ 0 to infinity തന്നെയാണ് വരേണ്ടത്. e raised to minus kx cos omega v dv. And using our formula, we'll write e raised to minus kx divided by minus k square plus omega square into cos omega, a cos omega, a എന്ന് പറയുമ്പോൾ minus k cos omega v plus b sin omega, അല്ലെ, b sin bx, അതായത് b എന്ന് പറയുമ്പോൾ omega sin omega v from 0 to infinity. Okay, upper limit infinity കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി പോകും. ലോവർ ലിമിറ്റിൽ മാത്രമാണ് ഇതിന് വാല്യൂ ഉണ്ടാവുക. Therefore it will be 2 by pi 0 minus e raised to minus kx, e raised to minus kx. Here it is not x, നമ്മൾ x ആണ് എഴുതിയത്. It is kv, അല്ലെ, ഇവിടെ kv ആണ് വരുന്നത് കേട്ടോ. x ആണ് ഞാൻ എഴുതിയത് kv. e raised to minus kv ക്ക് അപ്പോൾ e raised to 0 divided by k square plus omega square into minus k into 0 plus omega into 0. അപ്പൊ k into cos 0 ആണ് വരിക. k into cos 0 minus k into cos 0 means cos 0 is 1 minus k വരും. ഇവിടെ omega into sin 0 കംപ്ലീറ്റ് 0 ആണ്. അപ്പൊ ഈ ടേം മൊത്തമായിട്ട് പോകും. ഇത് മാത്രമാണ് വാല്യൂ ഉണ്ടാവുക. Therefore it is minus k. Clear? This is the value of a omega. That is minus plus വരും. e raised to the 1 ആവും. 2k by pi into k square plus omega square. It is a of omega. Therefore we will substitute this value f of x in f of x. So f of x is cosine integral representation as integral 0 to infinity. A of omega is 2k by pi into k square plus omega square cos omega x d omega. Okay, ഇതിനകത്ത് 2 by pi നമുക്ക് വേണമെങ്കിൽ ഔട്ട്സൈഡ് എടുക്കാം. 2k by pi നമുക്ക് ഔട്ട്സൈഡ് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് എഴുതാം. നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ എഴുതിയാലും മതി. ഇതാണ് നിങ്ങളുടെ cosine integral representation. Fourier sine integral സെയിം പോലെ തന്നെ നമ്മൾ കണ്ടുപിടിക്കും. That is Fourier sine integral f of x is equal to integral 0 to infinity b of omega sin omega x d omega, where b of omega is 2 by pi integral 0 to infinity f of v into sin omega v dv. Okay, b of omega നമുക്ക് കൂടെ കണ്ടുപിടിക്കാം. 2 by pi integral 0 to infinity e raised to minus kv, കാരണം f of x ആണ് e raised to minus kx ആണ്. f of v ആണ് e raised to minus kv into sin omega v dv. Now we will write this as 2 by pi into ആ ഇന്റഗ്രൽ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. e raised to minus kv divided by minus k the whole square plus v square, omega square into a sin dx. അപ്പോൾ minus k sin omega v plus in fact it's minus, അല്ലെ, minus b omega cos omega v from 0 to infinity. upper limit നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 0 വരും. lower limit ആണ് ഉണ്ടാവുക. this is equal to 2 by pi into 0 minus e raised to 0 by k square plus omega square into ഇത് sin 0, ഇത് മൊത്തമായിട്ട് 0 ആയി പോയി. minus omega into cos 0 1 വരും. minus omega ആണ് അവിടെ വരിക. now it is equal to 2 into e raised to 0 പറഞ്ഞ 1 ആണ്. omega by pi into k square plus omega square. ഇതാണ് b of omega വരിക. therefore Fourier sine integral is f of x is integral 0 to infinity 2 omega by pi into k square plus omega square into sin omega x d omega. This is Fourier sine integral representation of the given function. Clear?
Find the Fourier integral representation of the function f of x equal to 1 if mod x less than 1 and 0 if mod x greater than 1. ഈ ഒരു ഫംഗ്ഷന്റെ Fourier integral representation ആണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി എഴുതുമ്പോഴേ ഫംഗ്ഷൻ നിങ്ങൾ നോക്കുക, ഇത് ഓഡ് ആണോ ഈവൻ ആണോ നോക്കിയാൽ നമുക്ക് പകുതി മാത്രം എഴുതിയാൽ മതിയാവും അല്ലെ. ഈവൻ ആണെങ്കിൽ കൊസൈൻ റെപ്രസെന്റേഷൻ മാത്രം, അതുപോലെ തന്നെ ഓഡ് ആണെങ്കിൽ സൈൻ റെപ്രസെന്റേഷൻ മാത്രം എഴുതിയാൽ മതിയല്ലോ. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ ഇതെന്ത് ഫംഗ്ഷൻ ആണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ് അല്ലെ. ഇപ്പൊ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാലും നമുക്ക് എന്താ ഇവിടെ കിട്ടാം? എഫ് ഓഫ് എക്സ് തന്നെ കിട്ടാം അല്ലെ. അപ്പൊ ഇത് ഈവൻ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാം. നെഗറ്റീവ് സൈൻ വരുന്നില്ലല്ലോ ഫംഗ്ഷനിൽ. അപ്പൊ ഇത് ഈവൻ ഫംഗ്ഷൻ ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്തിലേക്ക് മാറും? ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ ആയിട്ട് മാറും. ഫൊറിയർ കൊസൈൻ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ മാത്രം നമ്മൾ എഴുതിയാൽ മതിയാവും. അതിന്റെ ഫോർമുല നമ്മൾ ആദ്യം എഴുതി വെക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to infinity a of omega cos omega x d omega, where a of omega is equal to 2 by pi integral 0 to infinity f of v into cos omega v dv. Okay, but f of x എന്ന് പറയുന്നത് 1 ആണ് for mod x less than 1. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, x greater than 1 ആവുമ്പോ mod x less than 1 എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കേണ്ടത്? -1 less than x less than 1 ന് f of x എന്താണ്? 1 ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആൻഡ് x greater than 1 നും x less than -1 നും f of x എന്താണ്? 0 ആണെന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ f 0 to infinity ആണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ 2 by pi ഇന്റഗ്രൽ 0 മുതലാണ് തുടങ്ങുന്നത്. 0 മുതൽ 1 വരെ f of x എന്താണ്? 1 ആണ്. അപ്പൊ 0 to 1 f of x ന് പകരം f of v ക്ക് പകരം നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. cos omega v dv പ്ലസ് ഇന്റഗ്രൽ 1 to infinity 1 മുതൽ ഇൻഫിനിറ്റി വരെ ഗ്രേറ്റർ ദാൻ 1 f of x എന്താണ്? 0 ആണ്. 0 into cos omega v dv. ഓക്കെ, അപ്പൊ ഈ ടേം 0 ആയി പോകും. പിന്നെ ഈ ഒരു ടേം മാത്രമേ, ഫസ്റ്റ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. cos omega v യുടെ ഡെറിവേറ്റീവ് മീൻസ് ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു v, that is equal to 2 by pi cosine integral sine omega v divided by omega from 0 to 1. This is equal to 2 by pi ലിമിറ്റുകൾ കൊടുക്കുകയാണെങ്കിൽ sine omega divided by omega minus sine 0 by omega. Sine 0 is 0 again അല്ലെ. അപ്പൊ നമുക്ക് എന്താണ് കിട്ടുക ഇവിടെ? a of omega will be a of omega equal to 2 sine omega by pi omega. ഇതാണ് a of omega യുടെ വാല്യൂ. Therefore we will write its integral form f of x equal to integral 0 to infinity a of omega cos omega x d omega. Now it is equal to integral 0 to infinity a of omega. What is a of omega? Sine omega by pi omega into cos omega x d omega. This is the integral representation of f of x. പക്ഷെ ഇതിനകത്തൊരു ചെറിയൊരു പ്രോബ്ലം എന്താന്ന് വെച്ചാല്, ഈ ഒരു ഇന്റഗ്രൽ വെച്ച് നമുക്ക് ഇതിനൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതണമെങ്കിൽ ഇതിന് ഈ ഇന്റഗ്രലിന്റെ വാല്യൂ എഴുതുമ്പോൾ ഇതിനകത്ത് എഫ് ഓഫ് എക്സിനകത്ത് ഒരു പോയിന്റ് കൂടെ നമുക്ക് എടുക്കേണ്ടി വരും. കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്തേക്കുന്നത് 1 if mod x greater than 1 less than 1 എന്നും and 0 if x greater than 1 എന്നാണ്. ഇവിടെ x equal to 1 ന്റെ കേസ് നമ്മൾ പറയുന്നില്ല. അപ്പൊ x equal to 1 എന്ന് പറഞ്ഞ പോയിന്റില് ഈ ഒരു ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1 നമ്മൾ വാല്യൂ എടുക്കുമ്പോൾ എന്ത് എഴുതേണ്ടി വരും? എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1 is the average of f of x at x equal to average of f of x at left and right limit. Left and right limit. Left limit ന്റെ right limit ന്റെ ആവറേജ് ആണ് നമ്മൾ f of x ന്റെ വാല്യൂ at x equal to 1 എടുക്കേണ്ടത്. ദാറ്റ് മീൻസ് ഇവിടെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 1 ആണ് കിട്ടുക, പ്ലസ് റൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 0 വരും, 0/2. This is equal to 1/2 വരും. This is the value of f of x at x equal to 1.
ഓക്കെ, അപ്പൊ ഫംഗ്ഷൻ നമ്മൾ ഈ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഇത് എഫ് ഓഫ് എക്സ് ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ ഇത്രയേ ഉള്ളൂ. പക്ഷെ നമുക്ക് റൈറ്റ് ദിസ് ആസ് ഇന്റഗ്രൽ 0 to infinity 2 into sine omega into cos omega x divided by omega pi omega dx can be written as f of x, where f of x is f of x is equal to f of x, where f of x is 1 if mod x less than 1 and 0 if x mod x greater than 1 and 1/2 if x equal to 1. ഈ ഒരു കേസും കൂടെ നിങ്ങൾ ഇതിന്റെ കൂടെ ഓർത്ത് വെക്കുക. കൂടുതലും പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ടൈപ്പിലായിരിക്കും. ഓക്കെ, ക്ലിയർ? അപ്പോ ഇങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ആൻഡ് വിൽ ടേക്ക് ദിസ് 2/π. ഇതും കൂടുതൽ ഈ 2/π എന്ന് പറഞ്ഞ സാധനം നമ്മൾ മാക്സിമം ഈ സൈഡിലേക്ക് കൊണ്ടുവരേണ്ടി വരും. നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ ഇതിനകത്ത് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് വെറും ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ മാത്രമേ നിങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ഇത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. അതില് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കൂടെ ജസ്റ്റ് ഇങ്ങനെ എഴുതി വെക്കുക. എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള കേസും കൂടെ. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫൊറിയർ ഇന്റഗ്രൽ റെപ്രസെന്റേഷൻ എന്താണ്, അതിലെങ്ങനെ പ്രോബ്ലം ചെയ്യാം, അതുപോലെ തന്നെ ഫൊറിയർ സൈൻ ഇന്റഗ്രൽ എന്താണ്, കൊസൈൻ ഇന്റഗ്രൽ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ബിടെക് മാത്തമാറ്റിക്സ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷന്റെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ തന്നെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.